Hello all, welcome to this new video. In this video we are going to learn display property. ഇപ്പോൾ ഡിസ്പ്ലേ പ്രോപ്പർട്ടി എന്ന് പറയുന്ന സംഭവം ഒരുപാട് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഒരുപാട് ട്രെയിനീസ് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണല്ലേ, എല്ലാ പ്രോപ്പർട്ടി നമ്മൾ പഠിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ എൻ്റെ സ്ക്രീനിൽ ഞാനൊരു index.html ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അതായത് ഒരു HTML ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, index.html തന്നെ കൊടുക്കണമെന്നൊരു നിർബന്ധമില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ ഒരു ലൈവ് സെർവർ ഞാൻ റൈറ്റ് സൈഡിലായിട്ട് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ CSS ചെയ്യുന്ന സമയത്ത് എപ്പോഴും സ്പ്ലിറ്റ് സ്ക്രീൻ ഇട്ടിട്ടായിരിക്കണം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ ഡിസ്പ്ലേ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്? ആക്ച്വലി ഈ ഡിസ്പ്ലേ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത് ലേഔട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് ഈ ലേഔട്ട്? അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം. ഞാനിവിടെ ഒരു ഇമേജ് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഒരു ന്യൂസ് പേപ്പറിൻ്റെ കട്ടിംഗ് ആണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു ന്യൂസ് പേപ്പറിൻ്റെ കട്ടിങ് നോക്കിക്കഴിഞ്ഞാൽ, അതായത് എല്ലാ ന്യൂസ് പേപ്പറും അത് ലേഔട്ട് ബേസ്ഡ് ആണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലേഔട്ട് ബേസ്ഡ് ആണ് അത് വരുന്നത്. അപ്പോൾ എന്താണ് ലേഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ്, ഈ ഒരു ന്യൂസ് പേപ്പറിനുള്ളിൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ്, അതായത് ഫോർ എക്സാമ്പിൾ ഈ ഒരു ഹെഡിങ് ഞാൻ ഹൈലൈറ്റ് ചെയ്യാം. ഈ ഒരു ഹെഡിങ്, അതുപോലെ തന്നെ ഈ ഒരു പാരഗ്രാഫ്, അപ്പം അതുപോലെ തന്നെ ഈ ഒരു ഇമേജ്, ഈ ഒരു പോസ്റ്റർ, ഇതെല്ലാം ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആണല്ലേ. ഇങ്ങനെ ഡിഫറെൻറ്റ് എലമെൻറ്റ്സിനെ ഒരു പേജിലേക്ക് സെറ്റ് ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ ലേഔട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഇതിനെ ഒരു ബോക്സ് ആയിട്ട്, ഈ ഒരു ഹെഡിങ്ങിനെ നിങ്ങൾക്ക് ഒരു ബോക്സ് ആയിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു പാരഗ്രാഫിനെയൊക്കെ തന്നെയും ഓരോരോ ബോക്സ് ആയിട്ട് കാണാൻ പറ്റും. ഈ ഒരു ബോക്സിനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു പേജിലേക്ക് ഇത്രയും കോംപ്ലക്സ് ആയിട്ട് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുന്നതിന് നമുക്ക് ലേഔട്ട് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള ലേഔട്ട്സ് നമ്മളുടെ വെബ് പേജിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസ്പ്ലേ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്ക് ടു ദ കോഡ്, നമുക്ക് കോഡിലേക്ക് തിരിച്ചു വരാം. ഞാനിവിടെ ഒരു ടെംപ്ലേറ്റ് കോഡ് എടുക്കുകയാണ്. എങ്ങനെയാണ് ടെംപ്ലേറ്റ് കോഡ് എടുക്കുന്നത് നിങ്ങൾക്ക് അറിയാം. VS കോഡിൽ ജസ്റ്റ് എക്സ്ക്ലമേറ്ററി സൈൻ കൊടുത്തു കഴിഞ്ഞാൽ, എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ടെംപ്ലേറ്റ് കോഡ് എടുക്കാൻ പറ്റും. ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, നമ്മുടെ ഈ ഒരു ലൈവ് സെർവർ വർക്കിംഗ് ആണോ അല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഹലോ ഓൾ, ജസ്റ്റ് ഒരു ഡമ്മി ഡാറ്റ അത്രയേ ഉള്ളൂ. അപ്പം ഫസ്റ്റ് ഇനിഷ്യലി ആയതുകൊണ്ട് അത് വരുന്നില്ല, ജസ്റ്റ് ഒന്ന് റീലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പം ഹലോ ഓൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ വേറൊരു H2 കൂടെ താഴെ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ദിസ് കോഴ്സ് ഈസ് ഓഫേർഡ് ബൈ സൈറ. അപ്പം ദിസ് കോഴ്സ് ഈസ് ഓഫേർഡ് ബൈ സൈറ, അതിവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ആക്ച്വലി ഡിസ്പ്ലേ പ്രോപ്പർട്ടി? അപ്പോൾ ഞാനിവിടെ ഡിസ്പ്ലേ പ്രോപ്പർട്ടി പറയുന്നതിന് മുമ്പായിട്ട് ഞാനിവിടെ ഇൻലൈൻ സ്റ്റൈലിംഗ് ആണ് യൂസ് ചെയ്യുന്നത്, എക്സ്റ്റേണൽ സ്റ്റൈലിംഗ് യൂസ് ചെയ്യുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാം. കാരണം അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും സെയിം ഫയലിലാണെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇൻലൈൻ സ്റ്റൈൽ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ H1നെ കോൾ ചെയ്തു. അപ്പോൾ നമ്മൾ H1 ആണ് ക്രിയേറ്റ് ചെയ്തത്. ഫസ്റ്റ് നമുക്ക് H1നെ സ്റ്റൈൽ ചെയ്ത് കൊടുക്കാം. ഡിസ്പ്ലേ ബ്ലോക്ക് എന്ന് കൊടുക്കാം. നമ്മൾ ഡിസ്പ്ലേ പ്രോപ്പർട്ടിയാണ് പഠിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേ പ്രോപ്പർട്ടി സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡിസ്പ്ലേ എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൊടുക്കണം. ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് നമ്മൾ പഠിക്കുന്നത്. ഡിസ്പ്ലേക്കകത്ത് തന്നെ ബ്ലോക്ക് എന്ന് പറയുന്ന പ്രോപ്പർട്ടി. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ബ്ലോക്ക് കൊടുത്ത സമയത്ത് വലിയ മാറ്റങ്ങളൊന്നും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റത്തില്ല. നമുക്ക് വേണമെങ്കിൽ ഇൻസ്പെക്ട് എടുത്ത് നോക്കാം. ഇൻസ്പെക്ട് എടുത്ത് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ പ്രോപ്പർട്ടിയുടെ ഡിസ്പ്ലേ ബ്ലോക്ക് കാണിച്ച് തരുന്നുണ്ട്. നമ്മൾ ഡിസ്പ്ലേ ബ്ലോക്കാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഈ ഒരു ഡിസ്പ്ലേ പ്രോപ്പർട്ടി അതായത് ഈ ഒരു സ്റ്റൈൽ ഞാൻ ഇവിടെ നിന്ന് എടുത്ത് കളഞ്ഞാലും ഈ ഒരു ഡിസ്പ്ലേ പ്രോപ്പർട്ടി കാണിക്കുമോ? നമുക്കൊന്ന് നോക്കാം. അതായത് ഞാൻ ഈ ഒരു സ്റ്റൈൽ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ നിന്ന് എടുത്ത് കളയുകയാണ്. അപ്പോൾ അത് കളയുന്ന സമയത്തും ഇവിടെ H1ൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡിസ്പ്ലേ ബ്ലോക്കാണ് കാണിച്ചിരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ഇൻ ചെയ്യാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അതേ ഡിസ്പ്ലേ ബ്ലോക്കാണ് കാണിച്ചത്. ഇപ്പോൾ കറൻ്റ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് H1 ആണ്. അതിൻ്റെ ഡിസ്പ്ലേ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ബ്ലോക്കാണ് കാണിച്ചിരുന്നത്. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഡിസ്പ്ലേ പ്രോപ്പർട്ടി കാണിച്ചിരുന്നത്? നമ്മൾ ഡിസ്പ്ലേ ഒന്നും കൊടുത്തിട്ടില്ല, പ്രോപ്പർട്ടി ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് ആ ഡിസ്പ്ലേ പ്രോപ്പർട്ടി കാണിക്കുന്നത്? നമുക്ക് നോക്കാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈ ഡീഫോൾട്ടായിട്ട് HTMLൻ്റെ എലമെൻസിനെല്ലാം ഓരോ ഡിസ്പ്ലേ പ്രോപ്പർട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് H1ന് നമ്മൾ ഡിസ്പ്ലേ പ്രോപ്പർട്ടി ഒന്നും കൊടുത്തില്ലെങ്കിൽ പോലും അതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എപ്പോഴും ബ്ലോക്ക് ആയിരിക്കും. അപ്പം ഈ ഒരു H2ൻ്റെ നമുക്ക് നോക്കാം. H2നെ സെലക്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് അതിൻ്റെ ഡിസ്പ്ലേ പ്രോപ്പർട്ടിയും ബ്ലോക്ക് തന്നെയാണ്. നിങ്ങൾക്ക് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ഞാനിവിടെ ഒരു സ്പാൻ ഓപ്പൺ ചെയ്യുകയാണ്, സ്പാൻ ടാഗ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഹലോ എന്ന് കൊടുക്കാം. ജസ്റ്റ് ഒരു ഡമ്മി ഡേറ്റയാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ പ്രോപ്പർട്ടി എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാലോ? നമുക്ക് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ബ്ലോക്കിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് ഇൻലൈൻ എന്ന് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് കരുതുന്നു. ഡിസ്പ്ലേ ഇൻലൈൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഇവിടെ കാണിച്ചിരുന്നു. അപ്പോൾ സ്പാനിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡിസ്പ്ലേ ഇൻലൈൻ ആണ്. അതായത് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്
HTML ഓരോ എലമെൻസിനും ഓരോ പ്രോപ്പർട്ടീസ്, ഓരോ ഡിസ്പ്ലേ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ വരുന്നത് ഡിസ്പ്ലേ ബ്ലോക്ക് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിലേക്ക് ഇൻലൈൻ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഡിസ്പ്ലേ ബ്ലോക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഡിസ്പ്ലേ പ്രോപ്പർട്ടി എന്താണ് കൊടുത്തിരിക്കുന്നത്, ഞാനൊന്നും കൊടുത്തിട്ടില്ല. അതിന് കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ബൈ ഡീഫോൾട്ടായിട്ട് അതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്ന ബ്ലോക്കാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ച് കാണും. ഞാൻ ഈ ഒരു H1 ഹൈലൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വിഡ്ത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ? വിഡ്ത്ത് എന്ന് പറയുന്നത് 100% ആണ് അവിടെ വരുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേ ബ്ലോക്കിൻ്റെ, അതായത് ഒരു എലമെൻറ്റ് ഡിസ്പ്ലേ ബ്ലോക്ക് ആണെങ്കിൽ അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എപ്പോഴും 100% ആയിരിക്കും. ഞാൻ ഈ ഒരു സ്ക്രീൻ വലുതാക്കുന്ന സമയത്താണെങ്കിലും ഇത് സെലക്ട് ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ, വിഡ്ത്ത് നമ്മളുടെ വ്യൂ പോർട്ട് നമ്മൾ കാണുന്ന സ്ക്രീനിൻ്റെ അത്രയും 100% വിഡ്ത്ത് അത് എടുത്തിരിക്കും ഡിസ്പ്ലേ ബ്ലോക്കിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ ബ്ലോക്കിന് ഹൈറ്റും വിഡ്ത്തും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ H1 കോൾ ചെയ്യുകയാണ്, ഡിസ്പ്ലേ പ്രോപ്പർട്ടി കൊടുക്കുകയാണ്. ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി വേണമെങ്കിൽ ഡിസ്പ്ലേ ബ്ലോക്ക് ഒന്ന് കൊടുത്തേക്കാം, വലിയ മാറ്റങ്ങളൊന്നും വരത്തില്ല, കാരണം അത് ബൈ ഡിഫോൾട്ടായിട്ട് ഡിസ്പ്ലേ ബ്ലോക്ക് തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്കിനി ഇതിന് ഹൈറ്റ് സെറ്റ് ചെയ്ത് കൊടുത്ത് നോക്കാം. ഹൈറ്റ് ഞാനൊരു 100 പിക്സൽ കൊടുത്തു, അതുപോലെ വിഡ്ത്തും ഞാനൊരു 100 പിക്സൽ കൊടുത്തു. അപ്പോൾ നോക്കുമ്പോൾ കണ്ടില്ലേ, ഹൈറ്റും വിഡ്ത്തും കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. നമുക്ക് ഇൻസ്പെക്ട് എടുത്ത് നോക്കാം, ഒന്ന് ഫുൾ സ്ക്രീൻ ആക്കി നോക്കാം. ഓക്കെ, ഇതിൻ്റെ ഹൈറ്റും വിഡ്ത്തും നമ്മൾ കൊടുത്തിരിക്കുന്ന ഹൈറ്റും വിഡ്ത്തും കറക്റ്റായിട്ട് വന്നു. അതായത് ഡിസ്പ്ലേ ബ്ലോക്കിന് ബൈ ഡീഫോൾട്ടായിട്ട് അത് കംപ്ലീറ്റ് ആയിട്ടുള്ള വിഡ്ത്ത് 100% വിഡ്ത്ത് എടുത്താലും നമുക്കതിൻ്റെ വിഡ്ത്തും ഹൈറ്റും ഓട്ടോമാറ്റിക്കലി മീൻസ് മാനുവലി നമ്മൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതൊരു ഡിസ്പ്ലേ ബ്ലോക്കിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഡിസ്പ്ലേ ബ്ലോക്കിൻ്റെ 2 പ്രത്യേകത നമ്മൾ പഠിച്ചു. ബൈ ഡീഫോൾട്ടായിട്ട് മിക്കവാറും എലമെൻസിന് എസ്പെഷ്യലി H1 P ടാഗ് ഒക്കെ ആണെങ്കിൽ, P ടാഗ് അല്ല H1 ആണെങ്കിൽ ഈ ഒരു ഡിസ്പ്ലേ ബ്ലോക്ക് ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ഡിസ്പ്ലേ ബ്ലോക്കിന് നമുക്ക് കസ്റ്റമായിട്ട് ഹൈറ്റും വിഡ്ത്തും പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനിയും അതുപോലെ തന്നെ ബൈ ഡീഫോൾട്ടായിട്ട് ഈ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മൾ ഹൈറ്റും വിഡ്ത്തും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല എങ്കിൽ അത് 100% വിഡ്ത്ത് എപ്പോഴും എടുക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് സംഭവം പഠിക്കാം. ഇൻലൈൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി പഠിക്കാം. ഞാൻ ഈ H2 എന്ന് പറയുന്ന എലമെൻറ്റിന് നമ്മൾ H2 ഉണ്ട്, ദിസ് കോഴ്സ് ഈസ് ഓഫേർഡ് ബൈ സൈറ എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ H2 ഞാൻ ഡിസ്പ്ലേ ഇൻലൈൻ കൊടുത്തു നോക്കാം. അടുത്ത പ്രോപ്പർട്ടിയാണ് ഡിസ്പ്ലേ ബ്ലോക്ക് പോലെ തന്നെ നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് ഡിസ്പ്ലേ ഇൻലൈൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി. അപ്പോൾ ഡിസ്പ്ലേ ഇൻലൈൻ കൊടുത്ത സമയത്തും വലിയ മാറ്റങ്ങളൊന്നും വന്നില്ല അല്ലേ. നമുക്ക് ഇൻസ്പെക്ട് എടുത്ത് നോക്കാം. ഇൻസ്പെക്ട് എടുത്ത് നോക്കുമ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് അവിടെ കാണിച്ചു തരുന്നുണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ ഇൻസ്പെക്ട് എടുക്കുന്ന സമയത്ത് കണ്ടില്ല, ഞാൻ സെലക്ട് ചെയ്യുമ്പം എന്താണ് അവിടെ മാറ്റം വന്നിരിക്കുന്നത്? അവിടെ ആ ഒരു H2 ബ്ലോക്ക് പ്രോപ്പർട്ടിക്ക് ചെറിയ ഡിഫറൻസ് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ കാണാൻ പറ്റും ഡിസ്പ്ലേ ഇൻലൈൻ ആണ് കറൻറ്റ്, കാരണം നമ്മളവിടെ നമ്മുടെ കോഡിനകത്ത് ഡിസ്പ്ലേ ഇൻലൈൻ കൊടുത്തത് കൊണ്ട് ഡിസ്പ്ലേ ഇൻലൈൻ അവിടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേ ഇൻലൈന് ഒരു പ്രത്യേകതയുണ്ട്. ഡിസ്പ്ലേ ബ്ലോക്ക് 100% വിഡ്ത്ത് എടുക്കുകയാണെങ്കിൽ ഡിസ്പ്ലേ ഇൻലൈൻ എന്ന് പറയുന്നത് നമ്മളുടെ കോണ്ടൻറ്റ് എത്രയാണോ ആ കോണ്ടൻറ്റിൻ്റെ അത്രയും മാത്രം സൈസ് മാത്രമേ എടുക്കത്തുള്ളൂ, അത് ഹൈറ്റ് മാത്രമേ എടുക്കത്തുള്ളൂ. ഹൈറ്റും വിഡ്ത്തും നമ്മളുടെ കോണ്ടൻറ്റിൻ്റെ നമ്മുടെ എത്രയാണോ, ഇപ്പം H2 ആണ് H2, അല്ലെങ്കിൽ H1 ആണ് H1, അല്ലെങ്കിൽ P ടാഗ് ആണ് P ടാഗ്, നമ്മുടെ ഡിസ്പ്ലേ ഇൻലൈൻ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതിൻ്റെ ഹൈറ്റ് വിഡ്ത്ത് എന്ന് പറയുന്നത് അതിൻ്റെ കോണ്ടൻറ്റിൻ്റെ എത്രയായിരിക്കും. ഞാൻ ഈ കോണ്ടൻറ്റിന് ചെറിയൊരു മാറ്റം വരുത്തി നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ദിസ് കോഴ്സ് ഈസ് ഓഫേർഡ് ബൈ സൈറ ജസ്റ്റ് ഇത് തന്നെ കോപ്പി ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് എനിക്കൊരു കുറച്ച് ഡെമ്മി ഡാറ്റ മാത്രം മതി, അല്ലാതെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഇൻസ്പെക്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്പെക്ട് എടുത്ത് ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടില്ലേ അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും എങ്ങനെയാണ് വന്നിരിക്കുന്നത്? അതിൻ്റെ കോണ്ടൻറ്റ് എത്രയാണോ ആ കോണ്ടൻറ്റിൻ്റെ അത്രയും ഹൈറ്റും വിഡ്ത്തുമാണ് വന്നിരിക്കുന്നത്. അതായത് എവിടെ വരെയാണോ നിങ്ങളുടെ കോണ്ടൻറ്റ് നിൽക്കുന്നത് അതുവരെ ആയിരിക്കും അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും നിൽക്കുന്നത്. അതായത് ഡിസ്പ്ലേ ഇൻലൈൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കോണ്ടൻറ്റിൻ്റെ സൈസ് ആയിരിക്കും അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് സെയിം ആസ് സ്പാനിൻ്റെ ഡീഫോൾട്ട് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഡിസ്പ്ലേ ഇൻലൈൻ തന്നെയാണ്. ഓക്കെ, ഞാനിത് പഴയ പോലെ ആക്കുകയാണ്. നമുക്ക് ഇത്രയും മതി, വലിയ ഒരുപാട് ഡാറ്റ ഒന്നും വേണ്ട അവിടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ബ്ലോക്കും ഡിസ്പ്ലേ ഇൻലൈനും പഠിച്ചു. അപ്പോൾ ഞാൻ ഈ ഒരു H1 ഡിസ്പ്ലേ പ്രോപ്പർട്ടി ബ്ലോക്ക് മാറ്റിയിട്ട് ഇൻലൈൻ ആക്കുകയാണ്. ഇൻലൈൻ, അപ്പോൾ ഇൻലൈൻ ആക്കുന്ന സമയത്ത് കണ്ടില്ലേ രണ്ടും ഒരു ലൈനിലേക്ക് പോയി, കണ്ടില്ലേ
ഹലോ ഓളും ദിസ് കോഴ്സ് ഈസ് ഓഫേർഡ് ബൈ സൈറ എന്ന് പറയുന്ന ഡേറ്റയും ഒരൊറ്റ ലൈനിലേക്ക് പോയി. അപ്പോൾ നമുക്ക് ഒരു ലൈനിലേക്ക് എലമെൻസിനെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിസ്പ്ലേ ഇൻലൈൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. കാരണം H1ഉം H2ഉം ഇപ്പം ഇൻലൈനാണ് പ്രോപ്പർട്ടി. അതുകൊണ്ട് അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും എത്രയാണ് എടുക്കുന്നത്, അതിൻ്റെ കോണ്ടൻറ്റ് എത്രയാണോ ആ കോണ്ടൻറ്റിന് അത്രയും അല്ല ഹൈറ്റ് മീൻസ് വിഡ്ത്ത് മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പം ബാക്കിയുള്ള എലമെൻറ്റ് അപ്പോൾ തൊട്ട് താഴെയുള്ള എലമെൻറ്റിനെ നേരെ എടുത്ത് മുകളിലേക്ക് കൊണ്ടുവരും. കാരണം എന്താ, അത് കറക്റ്റ്. അപ്പം ഇനിയും പുതിയൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ, അപ്പം ഞാനിവിടെ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു സ്പാൻ ടാഗ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിൻ്റെ തൊട്ടപ്പുറത്തേക്ക് ഇൻലൈനായിട്ട് അത് വരുള്ളൂ. അപ്പോൾ അതായത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താ ഉദ്ദേശം എന്നുള്ളത്. ഇൻലൈൻ ആണെങ്കിൽ ആ പേരിൽ തന്നെ ഉണ്ട് ഇൻലൈൻ. ആ ഒറ്റ ലൈനിൽ തന്നെ ആ ഡേറ്റയെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാൻ പറ്റും. കാരണം അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും അതിൻ്റെ കോണ്ടൻറ്റിൻ്റെ അത്രയായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സ്പാനിന് ഞാൻ പ്രത്യേകം സ്റ്റൈലൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. കാരണം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു സ്പാനിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ബൈ ഡീഫോൾട്ടായിട്ട് ഡിസ്പ്ലേ ഇൻലൈൻ ആണ്. കണ്ടില്ലേ, ഡിസ്പ്ലേ ഇൻലൈൻ ആണ്. അപ്പോൾ നമുക്കതിന് പ്രത്യേകം ഡിസ്പ്ലേ ഇൻലൈൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ മാറ്റി കൊടുത്തു നോക്കുക. ഡിസ്പ്ലേ ബ്ലോക്ക്, ഡിസ്പ്ലേ ഇൻലൈനും ഒക്കെ നിങ്ങൾ കൊടുത്തു നോക്കുക. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചില കേസിൽ ഇത് യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ കൂടുതലും ഈ ഒരു ലേഔട്ട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡിസ്പ്ലേക്കകത്ത് തന്നെ ഫ്ലെക്സ്, ഗ്രിഡ് എന്നൊക്കെ പറയുന്ന അഡ്വാൻസ്ഡ് കോൺസെപ്റ്റുകളാണ് യൂസ് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി നമ്മൾ അതിൻ്റെ വീഡിയോസിലോട്ടൊക്കെ പോകും. അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേ പ്രോപ്പർട്ടീസ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് പിന്നെ വേറൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ ഈ ഹൈറ്റും വിഡ്ത്തും കൂടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതായത് H1 ഞാൻ ഡിസ്പ്ലേ ഇൻലൈൻ കൊടുത്തിട്ടുണ്ട്, അതിന് ഹൈറ്റും വിഡ്ത്തും സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ ഹൈറ്റും വിഡ്ത്തും എന്തുവന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഇത് സ്റ്റൈലിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ ഹൈറ്റും വിഡ്ത്തിനും ഒരു മാറ്റവും വന്നിട്ടില്ല. അതായത് ഡിസ്പ്ലേ ഇൻലൈൻ ആണെങ്കിൽ നമുക്ക് കസ്റ്റമായിട്ട് ഹൈറ്റും വിഡ്ത്തും പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. ഇവിടെ ഞാൻ 100 അല്ല 200 അല്ല 1000 പിക്സൽ കൊടുത്താലും, അതായത് ഹൈറ്റും വിഡ്ത്തും 1000 പിക്സൽ കൊടുത്താലും അതിവിടെ അഫക്റ്റ് ചെയ്യത്തില്ല. കാരണം ഡിസ്പ്ലേ ഇൻലൈൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടിക്ക് ഹൈറ്റും വിഡ്ത്തും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതൊരു ഡ്രോബാക്ക് അല്ലേ ഈ ഒരു ഇൻലൈൻ്റെ. അപ്പോൾ അതിനെ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പ്രോപ്പർട്ടിയും കൂടെ വരുന്നുണ്ട്, ഡിസ്പ്ലേ ഇൻലൈൻ ബ്ലോക്ക് എന്ന് പറയുന്ന പ്രോപ്പർട്ടി. അതായത് ഇൻലൈൻ്റെയും ബ്ലോക്കിൻ്റെയും രണ്ട് പ്രോപ്പർട്ടിയുടെയും കൂടെ ഒരു കമ്പൈൻഡ് ഫോം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും ഡിസ്പ്ലേ ഇൻലൈൻ ബ്ലോക്കിനെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്പ്ലേ ഇൻലൈൻ ബ്ലോക്ക് കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു 1000 പിക്സലൊക്കെ എടുത്ത് കളയാണ്. ഡെഫിനറ്റ്ലി അത് ഭയങ്കര വിയേർഡായിരിക്കും ആ സ്റ്റൈൽ വന്നു കഴിഞ്ഞാൽ. ഞാനിനിയും ഇതിന് ഡിസ്പ്ലേ ഇൻലൈൻ ബ്ലോക്ക് കൊടുത്തു നോക്കാം. ഇൻലൈൻ ബ്ലോക്ക് കൊടുക്കുന്ന സമയത്ത് വലിയ മാറ്റങ്ങളൊന്നും അവിടെ വന്നിട്ടില്ല, സെയിം ആണ്. പക്ഷേ ഇൻസ്പെക്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ ഇൻലൈൻ ബ്ലോക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം ഡിസ്പ്ലേ ഇപ്പം ഇൻലൈൻ ബ്ലോക്കാണ്. അപ്പോൾ ഈ ഇൻലൈൻ ബ്ലോക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഇൻലൈനായിട്ട് ഡേറ്റ കിട്ടി. അതായത് ബൈ ഡിഫോൾട്ടായിട്ട് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ എന്താണ്, അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും എന്ന് പറയുന്നത് അതിൻ്റെ കോണ്ടൻറ്റിൻ്റെ ഹൈറ്റും വിഡ്ത്തും ആയിരിക്കും. നിങ്ങൾ സെലക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് ഈ ഒരു ഇൻലൈൻ ബ്ലോക്കിന് നമുക്ക് ഹൈറ്റും വിഡ്ത്തും കസ്റ്റമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതായത് ഹൈറ്റ് ഒരു 200 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ വിഡ്ത്ത് ഒരു 200 പിക്സൽ കൊടുക്കാൻ നമുക്ക് പറ്റും. വിഡ്ത്തിൻ്റെ സ്പെല്ലിംഗ് തെറ്റിപ്പോയി. വിഡ്ത്ത് 200 പിക്സൽ കൊടുക്കാൻ പറ്റും. കണ്ടില്ലേ, അപ്പോൾ ഹൈറ്റും വിഡ്ത്തും ഞാൻ 200 പിക്സൽ കൊടുത്ത സമയത്ത് അതിനനുസരിച്ച് അത് മാറിയിട്ടുണ്ട്. കണ്ടോ, നമുക്ക് ഇൻസ്പെക്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇപ്പോൾ ഇൻലൈനാണ്, അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും എന്ന് പറയുന്നത് 200 പിക്സലാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ സെലക്ട് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹൈറ്റും വിഡ്ത്തും നമ്മൾ കൊടുത്തത് വന്നു, അതിവിടെ ആപ്ലിക്കബിൾ ആയിട്ടുണ്ട്. അതായത് ജസ്റ്റ് ഞാൻ ചുരുക്കി പറയാൻ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻലൈനിൽ നമുക്ക് ഹൈറ്റും വിഡ്ത്തും കൊടുക്കാൻ പറ്റും. പക്ഷേ അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്കിൽ നമുക്ക് ഹൈറ്റും വിഡ്ത്തും നമുക്ക് കസ്റ്റമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷേ അത് നമുക്ക് എന്താണ്, അതിന് കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്നാൽ ഇൻലൈനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എലമെൻസിനെ ഇൻലൈനായിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാൻ പറ്റും. പക്ഷേ അതിന് നമ്മൾ ഹൈറ്റും വിഡ്ത്തും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. ഇൻലൈനിൽ എപ്പോഴും അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും എന്ന് പറയുന്ന ഒരു എലമെൻറ്റിന് ഹൈറ്റും വിഡ്ത്തും നമ്മളിപ്പോൾ 1000 പിക്സലോ അല്ലെങ്കിൽ ഹൈറ്റ് 1000 പിക്സലോ വിഡ്ത്ത് 10,000 പിക്സലോ കൊടുത്താൽ പോലും ഒന്നും അത് അഫക്റ്റ് ചെയ്യത്തില്ല. അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും എടുക്കുന്നത് അതിൻ്റെ കോണ്ടൻറ്റ് എത്രയാണോ അത് മാത്രമേ ഇൻലൈൻ എടുക്കുകയുള്ളൂ. എന്നാൽ ഈ ഇൻലൈൻ ബ്ലോക്ക് എന്ന് പറയുന്നത് നമുക്ക് ഇൻലൈനായിട്ട് എലമെൻസിനെ ഡിസ്പ്ലേ ചെയ്യിക്കാൻ പറ്റും. ഇപ്പോൾ ഇതേപോലെ ഇപ്പോൾ ഹലോ ഓൾ എന്ന് പറയുന്നതും അതേപോലെ ദിസ് കോഴ്സ് ഈസ് ഓഫേർഡ് ബൈ സൈറ എന്ന് പറയുന്നതും ഇപ്പോൾ ഇൻലൈനായിട്ട് ഒറ്റ ലൈനിൽ തന്നെയാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്കതിന് ഹൈറ്റും വിഡ്ത്തും നമുക്ക് നമ്മളുടെ കസ്റ്റമായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനാണ് ഈ ഒരു 3 പ്രോപ്പർട്ടിയാണ് നമ്മൾ മെയിനായിട്ടും ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഡിസ്പ്ലേ പ്രോപ്പർട്ടീസ് പഠിക്കുന്നത്. ഇനി ഡിസ്പ്ലേ പ്രോപ്പർട്ടീസിൻ്റെ അടുത്ത കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്രോപ്പർട്ടി കൂടെ വരുന്നുണ്ട് ഡിസ്പ്ലേക്കകത്ത്, ബേസിക് ലെവലിൽ വരുന്ന ഡിസ്പ്ലേ നൺ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉണ്ട്. നമുക്ക് ഡിസ്പ്ലേ നൺ കൊടുത്തു നോക്കാം. ഡിസ്പ്ലേ നൺ. അപ്പോൾ ഡിസ്പ്ലേ നൺ കൊടുക്കുന്ന സമയത്ത് അവിടെ ആ ഒരു H1 പോയി, അതായത് ഡിസ്പ്ലേ നൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എലമെൻറ്റ് അവിടെ കാണിക്കത്തില്ല, അതിനെ ഹൈഡ് ചെയ്ത് കളയും. അപ്പോൾ നമുക്ക് ഇൻസ്പെക്ട് എടുത്ത് നോക്കാം ആ വാല്യൂ, ആ H1ൻ്റെ വാല്യൂ അവിടെ കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഉണ്ട്, കാണിക്കുന്നുണ്ട് അല്ലേ. അതായത് ഡെഫിനറ്റ്ലി ആ H1 അവിടെ ഉണ്ട്, നമ്മുടെ ഡോമിൽ ആക്ച്വലി ആ H1 അവിടെ ഉണ്ട്. പക്ഷേ അതിനെ നമ്മളുടെ വ്യൂവിൽ നിന്ന് അതിനെ എടുത്ത് കളയും. അതിനാണ് നമ്മൾ ഡിസ്പ്ലേ നൺ എന്ന് പറയുന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്പ്ലേ നണ്ണിൻ്റെ കൂടെ അല്ലാതെ തന്നെ ഡിസ്പ്ലേ ഹിഡൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉണ്ടോ? ഇല്ല. ഹിഡൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഓക്കെ. അപ്പോൾ ഡിസ്പ്ലേ നൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വാല്യൂ അവിടെ നിന്ന് പോകും, നമുക്കത് കാണാൻ പറ്റത്തില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിന് വേണ്ടി ഡിസ്പ്ലേ ഇൻലൈൻ മാറ്റിയിട്ട് ഡിസ്പ്ലേ നൺ കൊടുത്ത് നോക്കാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതും ഇവിടെ നമ്മുടെ വ്യൂവിൽ നിന്ന് എടുത്ത് കളയും. പക്ഷേ ഡോമിൽ അത് ആക്ച്വലി അവിടെ ഉണ്ടായിരിക്കും. ഡോമിൽ ആ സംഭവം ഡോമിൽ നിന്ന് ഒരിക്കലും പോകത്തില്ല. നമ്മളുടെ വ്യൂവിൽ നിന്ന് അതിനെ ഡിസ്പ്ലേ നണ്ണാക്കി കളയും, അത് ഡിസ്പ്ലേ എടുത്ത് കളയും, നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കില്ല. അപ്പോൾ ഇതിന് വേണ്ടിയാണ് ഡിസ്പ്ലേ നൺ എന്ന് പറയുന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു അഡ്വാൻറ്റേജ് മീൻസ് ഇതിൻ്റെയൊക്കെ ഒരു പ്രാക്ടിക്കൽ വേ, അതായത് ഇത് എവിടെയാണ് നമ്മൾ ആപ്ലിക്കബിളായിട്ട് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ എന്തായാലും ഡെഫിനറ്റ്ലി HTML CSSൻ്റെ ഒരു സാമ്പിൾ പ്രൊജക്റ്റ് നമ്മൾ ചെയ്യും ഈ പഠിച്ച പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്തിട്ട്. അപ്പോൾ അതിൽ ഞാൻ ഡെഫിനറ്റ്ലി ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടീസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ടാസ്ക് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഞാൻ നമ്മളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ അപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാൻ പിൻ ചെയ്തിട്ടിരിക്കാം. ആ ടാസ്ക് ചെയ്യുക, ഗോൾ ഇമേജ് വെച്ചിട്ട് കറക്റ്റായിട്ട് ടാസ്ക് ചെയ്യുക. അതല്ല എങ്കിൽ നിങ്ങൾക്ക് തന്നെ ടാസ്ക് ചെയ്ത് നോക്കാൻ പറ്റും. ജസ്റ്റ് ഒരു ബ്ലോഗ് വെബ്സൈറ്റ് പോലെ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ബ്ലോഗ് വെബ്സൈറ്റ് അറിയാമല്ലോ, ആൾക്കാർ അവരുടെ ബ്ലോഗും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വെബ്സൈറ്റുകൾ, അതിൻ്റെ ഒരു ടൈപ്പിൽ അതിൻ്റെ ഒരു രീതിയിലൊരു വെബ്സൈറ്റ് നിങ്ങൾ തന്നെ ഒന്ന് ബിൽഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു സംഭവം മനസ്സിലാകും. അപ്പോൾ ഡിസ്പ്ലേ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് ഡിസ്പ്ലേ ഇൻലൈൻ കൊടുത്തു നോക്കുക, ഡിസ്പ്ലേ ഇൻലൈൻ ബ്ലോക്ക്, ഡിസ്പ്ലേ ബ്ലോക്കും ഒക്കെ നിങ്ങൾ കൊടുത്തു നോക്കാം. അപ്പം ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടീസ് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അടുത്ത ഡിസ്പ്ലേ കോൺസെപ്റ്റ്, ഇനിയും കുറച്ച് സീരീസിൽ നമ്മൾ ഡിസ്പ്ലേ എന്ന് പറയുന്ന സാധനം തന്നെ ആയിരിക്കും പഠിക്കുന്നത്. കാരണം ഡിസ്പ്ലേയിൽ കുറേ പഠിക്കാനുണ്ട്. ഫ്ലെക്സ്, ഗ്രിഡ്, ഫ്ലോട്ട് പ്രോപ്പർട്ടി ഒക്കെ നമ്മൾ നോക്കാനുണ്ട്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അതിനെപ്പറ്റി നോക്കാം.